നമസ്കാരം ശ്രീല. ഇപ്പോൾ വാർത്തകളിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ADGP അജിത് കുമാർ RSS ദേശീയ നേതാവിനെ സന്ദർശിച്ചു എന്ന വിഷയം. അദ്ദേഹം അത് സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷെ ആദ്യം ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത് ആരോപിക്കുകയാണ്. ADGP അജിത് കുമാർ RSS ദേശീയ നേതാവിനെ സന്ദർശിച്ചു, രഹസ്യമായി സന്ദർശിച്ചു. അത് മുഖ്യമന്ത്രിയുടെ ഒരു കേന്ദ്ര അന്വേഷണത്തെ കോംപ്രമൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആ സന്ദർശനമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. അതേസമയം CPM പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു അയാൾ പോയി സന്ദർശിച്ചാൽ അതിന് നമുക്കെന്താ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതേസമയം PV അൻവർ പറയുന്നു, PV അൻവർ MLA പറയുകയാണ് പ്രതിപക്ഷ നേതാവും അജിത് കുമാറും ADGP അജിത് കുമാറും ഈ RSSുമായി രഹസ്യധാരണയുണ്ട് എന്ന്. ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള യഥാർത്ഥ വസ്തുത എന്തായിരിക്കാം? യഥാർത്ഥത്തിൽ RSS നേതാവിനെ കണ്ടോ കണ്ടില്ലയോ എന്നൊക്കെ RSS ആണ് ഈ വിഷയം വിശദീകരിക്കുന്നത്. സാധാരണഗതിയിൽ RSSനെതിരെ ഉയരുന്ന ആരോപണങ്ങളൊന്നും തന്നെ RSS ഇറങ്ങി നിഷേധിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും വരാറില്ല. RSS രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനയാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ലേബലിലല്ല, രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു സംഘടനയാണ്. അപ്പൊ RSSനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ RSSന്റെ മറ്റു പ്രചാരകന്മാരോ ആരും തന്നെ ഇങ്ങനെ വന്ന വിശദീകരണങ്ങളൊന്നും അങ്ങനെ നടത്താറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പരസ്പരം ആരോപിക്കാൻ എപ്പോഴും ഇവർക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർ പരസ്പരം ആരോപിക്കുന്നു RSS നേതാക്കന്മാരെ കണ്ടുവന്നു. ഈ ആരൊക്കെ തമ്മിലാ കൂട്ടുകെട്ടുള്ളത്? ഇവരെല്ലാം ഇപ്പോ കേരളത്തിലല്ലേ ഇവർ രണ്ടായി നിൽക്കുന്നത്, കേന്ദ്രത്തിൽ ഇവർ ഒന്നിച്ചല്ലേ? ഇവരപ്പോ ആരെയാണ്? ഇവരുടെ രണ്ടിന്റെയും നേതാവ് രാഹുൽ ഗാന്ധി അല്ലേ? ഇടതിന്റെയും വലതിന്റെയും നേതാവ് ആരാ? രാഹുൽ ഗാന്ധിയാ. ഇവരെങ്ങനെയാണ് RSSനെ കണ്ടു? RSSനെ കണ്ടാൽ എന്തോ ഒരു ഗുരുതരമായ തെറ്റാണ്, RSSന്റെ ദത്താജിയെ കണ്ടാൽ വലിയ തെറ്റാണ് എന്നിവരെങ്ങനെയാണ് പറയുക? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇവിടെ മദനിയെ കാണാൻ ഒരുമിച്ച് കൂട്ടുനിന്നവരല്ലേ ഇവർ? RSS ഏതെങ്കിലും രാജ്യവിരുദ്ധ സംഘടനയാണോ? ഏതെങ്കിലും തരത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണോ? നിരോധിക്കപ്പെട്ട സംഘടനയുടെ ആരെയെങ്കിലും ആണോ കണ്ടത്? ഒരു വ്യക്തിക്ക് ആരെ കാണാനുമുള്ള അവകാശം ഈ ലോകത്തുണ്ട്. അല്ലെങ്കിൽ അതേതാ ലോ ആൻഡ് ഓർഡർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ആരെയെങ്കിലും കാണണമെന്ന്? അങ്ങനെയൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ ഈ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആകെ കൂടെ ഒരു കലക്കി തെളിച്ച് എങ്ങനെങ്കിലും ഇത് ഒന്ന് വലതുപക്ഷവും ഇടതുപക്ഷവും ചേർന്നൊന്ന് BJPയുടെ തലയിലേക്ക് വെക്കണം. കേരളത്തിൽ BJP വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യം ഇവർക്കറിയാം. അത് കേന്ദ്രത്തിന്റെ വലിയ പിന്തുണയുണ്ട്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഇത്രയും കാലത്തെ അവരുടെ ഭരണപരിഷ്കാരങ്ങളും മറ്റുമുള്ളവയുണ്ട്. നരേന്ദ്രമോദി വന്ന ശേഷം ഭാരതത്തിനുണ്ടായ ഒരു ഉണർവുണ്ട്. ഇതൊക്കെ കൂടി ചേർന്ന് പിന്നെ കേരളത്തിലെ കാട്ടുകള്ളന്മാരെ കണ്ടുമടുത്ത രണ്ടു കൂട്ടരും, അതായത് ഇടതിൽ നിന്നും വലതിൽ നിന്നും വളരെ കൃത്യമായി തന്നെ വോട്ടുകൾ സമാഹരിക്കാൻ BJPക്ക് കഴിയുന്നുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഗുണം BJPക്ക് ഉണ്ടാകുമെന്നറിയാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ BJPയെ ആക്രമിക്കുക എന്നുള്ളത് ഇരു കൂട്ടരുടെ ലക്ഷ്യമാണ്. ആരെന്ത് ചെയ്താലും അതിനെല്ലാം ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്പരം ആരോപിക്കുന്നത് ഈ ബന്ധമാണ്. ഇപ്പോ EP ജയരാജന്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് സംഭവിച്ചത്? ആ വൈദേക റിസോർട്ടുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ആരോപണങ്ങളെല്ലാം ഒരു സ്ഥാനത്ത് എപ്പോഴും BJPയെ നിർത്താൻ ഇവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ഇപ്പോ പാർട്ടിയുമായി ബന്ധപ്പെട്ട് CPMൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, ഈ CPMലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പുറത്തറിയാതിരിക്കാനാണോ? ഇപ്പൊ അല്ലെങ്കിൽ അൻവറും പിണറായി വിജയനും തമ്മിലുള്ള പ്രശ്നം അറിയാതിരിക്കാനാണോ VD സതീശൻ ഇതിനകത്ത് കുളം കലക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് VD സതീശൻ എന്താണ് ഈ വിഷയങ്ങളുടെ ഫോക്കസ് മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്നത്? തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് തൃശൂർ പൂരം കളക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും രംഗത്ത് വരുന്നത്? എന്തിനാ? ഒരേ സ്വരമല്ലേ രണ്ടുപേർക്കും? സുനിലിനും മുരളീധരനും ഒരേ സ്വരമാണ്. തൃശൂർ പൂരം കലക്കാൻ അജിത് കുമാറുമായി ചേർന്ന പ്രവർത്തനം നടത്തിയെന്നാണ്. അത് സുനിൽകുമാർ പറയുന്നത് വലിയ ഗൗരവത്തോടെ തന്നെ കാണണം. കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുനിൽകുമാർ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ? സുനിൽകുമാറിന്റെ തോറ്റുപോയതിന്റെ ഇച്ഛാഭംഗം തീർക്കാനാണോ ഇങ്ങനെ പറയുന്നത്? സുരേഷ് ഗോപി തൃശൂർ പൂരം കലക്കാൻ ഇറങ്ങിയെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ RSS എന്ന് പറയുന്ന സംഘടനയെ എന്തിനാണ് രാഷ്ട്രീയ രംഗത്തേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി കൂട്ടിയോജിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ തീരുമാനമെടുക്കുന്നത് RSSുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ കേസുകൾ സെറ്റിൽ ചെയ്യാനാണ് അജിത് കുമാറിനെ പറഞ്ഞു വിട്ടതെന്ന് ആരോപിക്കുന്നതിലൊക്കെ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ അജിത് കുമാറിനെയാണോ പറഞ്ഞയക്കേണ്ടത്? അത്തരം വിഷയങ്ങൾ RSSന്റെ മേധാവിയോട് സംസാരിക്കേണ്ട ആളാണോ അജിത് കുമാർ? ഇന്ത്യയിലെ RSSന്റെ മേധാവിയോട് സംസാരിക്കാൻ ADGPയെ മതി, അതും ഒരു സാധാരണ ADGPയോട് ആരും രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു വേണ്ടത്? അതിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഈ ആർഗ്യുമെന്റ്സ് ബേസ്ലെസ് ആണെന്ന്? യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇവര്
ഇവിടെ പരസ്പരം പോരടിക്കുന്നതായിട്ട് കാണിക്കുന്നു. അത് കേന്ദ്രത്തിൽ എന്നിട്ട് ഒരുമിച്ച് കൈപിടിച്ച് അവിടെ ഇരിക്കുന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? പൊതുവെ ഒരു സംസാരമുണ്ട് ഇവിടെ കേരളത്തിലെ LDFും BJPയുമായി, കേന്ദ്ര BJPയുമായി ഒരു ധാരണയുണ്ട് എന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. അതിനെക്കുറിച്ച് ശ്രീലയുടെ അഭിപ്രായം എന്താണ്? എന്ത് ധാരണയാ പ്രീതയുള്ളത്? ഏത് വിഷയത്തിലാണ്? സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവർ പരസ്പരം പറയുന്ന ധാരണയല്ലേ? എന്നും കേന്ദ്ര ഗവൺമെന്റും ലാവ്ലിൻ കേസിനെ സൂചിപ്പിച്ചിട്ടാണ് അത് പറയുന്നത്. പൊതുവെ ലാവ്ലിൻ കേസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലാവ്ലിൻ കേസ് കോടതിയിൽ നടക്കുന്ന കേസല്ലേ? അതിൽ BJPക്ക് എന്താ പങ്ക്? BJP എന്താ ചെയ്യേണ്ടത്? അഭിഭാഷകർ വരാതിരിക്കുകയും അല്ലെങ്കിൽ അഭിഭാഷകർ സമയം നീക്കുകയും ഒക്കെ ചെയ്യുന്നതിന് എന്താ പങ്ക്? എന്തിനാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. BJP വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. BJP കേരളത്തിൽ വലിയ രീതിയിൽ പല ഇടങ്ങളിലും CPM തന്നെ അടിപതറുന്നുണ്ടെന്ന് CPM അറിയാം, കോൺഗ്രസിന് അടിപതറുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രഗത്ഭനായ നേതാവിനെ തോൽപ്പിക്കാൻ പറ്റിയ തരത്തിലേക്ക് BJP വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. BJPയെ ആക്രമിക്കുക വഴി RSSനെ കൂടി ആക്രമിക്കാം എന്നിവർ കരുതുന്നു. ഞാൻ ചോദിക്കട്ടെ, മദനിക്ക് വേണ്ടി വരിവരിയായി നിന്നവരല്ലേ? മദനിയെ കാണാൻ വരിവരിയായി പോയവർ, മദനിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രമേയം അവതരിപ്പിച്ചവർ, അങ്ങനെയുള്ളവരല്ലേ ഇവർ? അത്തരത്തിലൊന്നും ആരോപണ വിധേയനായ ഒരാളല്ലല്ലോ RSSന്റെ മേധാവി. അദ്ദേഹത്തെ പോയി കാണുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? അതും അയാൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ള എന്റെ ഒരു സുഹൃത്തിനോടൊപ്പം പോയതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ആരെങ്കിലും വ്യക്തിപരമായി ആരെങ്കിലും ഒരു ബന്ധുവിന്റെ കൂടെയാണ് ഇദ്ദേഹം അജിത് കുമാർ പോയത് എന്ന റിപ്പോർട്ടുകളുണ്ട്. അവർ തമ്മിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അതെ, എന്തോ വ്യക്തിപരമായ ബന്ധമുള്ള രണ്ടുപേർ കാണാൻ പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജയചേട്ടനോടും സംസാരിച്ചിട്ടില്ല ഈ വിഷയം, അതുകൊണ്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് അറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ഇതിന്റെയൊക്കെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ട ഇടതും വലതും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ കാര്യത്തിലൊന്നും BJPയോ RSSനെയോ ഒന്നും കൂട്ടിയിണക്കേണ്ട കാര്യമില്ല. RSS മേധാവിയോട് സംസാരിക്കാൻ സാധാരണ ഒരു ADGPയെ വിട്ടു എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാനേ പറ്റില്ല. അതൊരു സത്യത്തിൽ ഏറ്റവും ബേസ്ലെസ് ആയ ആർഗ്യുമെന്റ് ആണ്. ഒരു രാഷ്ട്രീയ വിഷയം അല്ലെങ്കിൽ പിണറായി വിജയന്റെ കേസ് ഇനി ആട്ടെ, പിണറായി വിജയനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ തരത്തിലാണോ? ഒരു ADGP ഏതെങ്കിലും ഒരു ക്യാമ്പിൽ സന്ദർശിച്ചുകൊണ്ടാണോ അദ്ദേഹത്തോട് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത്? സത്യത്തിൽ ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ബേസ്ലെസ് ആണ്. അപ്പൊ തന്നെ അത് കേൾക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. അതുപോലെ മറ്റ് പല ആരോപണങ്ങളിൽ നിന്നും മറ്റും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇങ്ങനെ പരസ്പരം പഴിചാരി പൊതുജനത്തെ കഴുതയാക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇരു വിഭാഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പലപ്പോഴും പല CPMകാരും കോൺഗ്രസ്സുകാരും എല്ലാം BJPക്കാരുമായും RSSകാരുമായി എല്ലാം രഹസ്യമായി സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് പല ആരോപണങ്ങളും ഉയർന്നു കേട്ടിട്ടുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും വസ്തുതകളുണ്ടോ? യഥാർത്ഥത്തിൽ പ്രീത, ഞാൻ ചോദിക്കട്ടെ, ഭാരതത്തിന്റെ ഭരണം നടത്തുന്ന ഒരു സംഘടനയുടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു സംഘപരിവാർ സംഘടന, അതിന്റെ ഒരു പരിവാറിൽപ്പെടുന്ന ഒരു സംഘടനയാണ് RSS. ആ RSSന്റെ മേധാവിയെ ഏതെങ്കിലും തരത്തിൽ കാണാൻ പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് രഹസ്യമായി പോകേണ്ട കാര്യമുണ്ടോ? പരസ്യമായി പോയി കണ്ടാൽ എന്താ പ്രശ്നം? ഞാൻ ചോദിക്കുന്ന, മദനിയെ പരസ്യമായി കാണാൻ പോകാം ഇവിടെയുള്ളവർക്ക്, ഒരു പ്രശ്നമില്ല. മദനിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അത്തരത്തിലുള്ളവരെയൊക്കെ കാണാൻ പോകുന്നില്ല ഇവര്. എന്തുകൊണ്ടാണ് ഒരു വളരെ കൃത്യമായ രീതിയിൽ ഒരു പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ ഒരു ആളെ, അതിന്റെ ഒരു നേതാവിനെ, അവരുടെ ഏറ്റവും വലിയ ഒരാളെ കാണാൻ പോകുന്നതുകൊണ്ട് എന്ത് തെറ്റാണ് ഇവിടെ ഉള്ളത്? പിന്നെ ഞാൻ പറയുന്ന രഹസ്യമായി പോകണ്ടെന്നേ, പരസ്യമായി പോയി കാണാവുന്നേ. ഏത് രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്തിനാ വ്യക്തികളെ മാറ്റി നിർത്തുന്നത്? പല വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവില്ലേ? പല കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എന്താ പോയാ? ഇപ്പൊ സാധാരണഗതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഇപ്പൊ മാറാട് വിഷയമുണ്ടായി. മാറാട് വിഷയം ഉണ്ടാകുമ്പോൾ സമാധാന ചർച്ചകൾക്കൊക്കെ ഈ എല്ലാവരെയും വിളിക്കില്ലേ? അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളിലോ ഒക്കെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. എന്താണ് തെറ്റ്? രാഷ്ട്രീയക്കാർ ആജന്മ ശത്രുക്കളായി മാറണോ? പരസ്പരം വ്യക്തിവൈരാഗ്യം കാത്തു സൂക്ഷിക്കണോ? ഇവിടെ അതുപോലുമല്ല, രാഷ്ട്രീയക്കാർ പോലുമല്ല കണ്ടത്. ഇവിടെ കണ്ടത് ആരാണ്? ഒരു ADGP അയാളുടെ ഇഷ്ടത്തിന് അയാൾ പോയി കാണുന്നു. അയാൾ പോയി കണ്ടതിൽ എന്താണ് തെറ്റ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ഇഷ്യൂ നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ADGP അദ്ദേഹത്തെ സന്ദർശിച്ചു, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സെക്യൂരിറ്റി വേണമോ എന്ന് ചോദിക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിനായിരിക്കുമോ പോയത് എന്ന് കണ്ടത് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അല്ലാതെ ഏതായാലും രാഷ്ട്രീയം സംസാരിക്കാനും പിണറായി വിജയനെ
ഏതായാലും രാഷ്ട്രീയം സംസാരിക്കാനും പിണറായി വിജയന്റെ വിഷയങ്ങൾ സംസാരിക്കാനും പോകണമെങ്കിൽ അത് പോകേണ്ടത് ADGP അല്ല. ആ ഒറ്റ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല ശ്രീല, അതിന്റെ മറ്റൊരു വശം ഈ RSSനെയോ BJPയെ കാണാൻ പോകുമ്പോൾ അതിനെ ഒരു കുറച്ചിലായി കാണുന്നതിന്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷത്തെ ആരെങ്കിലും വിമർശിക്കുമ്പോൾ പൊതുവെ അവരെ സംഖ്യയാക്കി ഒരു സംഖ്യയാക്കുക എന്നതിലൂടെ അപമാനിക്കുക എന്നൊരു പ്രവണത സോഷ്യൽ മീഡിയയിൽ പൊതുവെ കാണുന്നുണ്ട്. അതുപോലെ അതിന്റെ ഒരു ഭാഗമായി തന്നെ ആയിരിക്കാം ഇതും എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോ ഈ സംഖ്യയാക്കി ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് ഇത് ആക്ഷേപമായി കരുതിയിരിക്കുന്നത്? ഇപ്പൊ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ആക്ഷേപം. കാരണം ഇടതുപക്ഷം എന്നൊരു പക്ഷമേ ഇല്ലിപ്പോ. ഇപ്പൊ പിണറായി പക്ഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇടതുപക്ഷം എന്ന് പറയുമ്പോഴാണ് നാണക്കേട് ഉണ്ടാവേണ്ടത്. എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മകളും, എല്ലാ തരത്തിലുള്ള കള്ളും കഞ്ചാവും മയക്കുമരുന്നും പിന്നെ അഴിമതിയും സ്ത്രീ പീഡനവും എല്ലാമുള്ള സംഘടന ഏതാന്നേ? ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായിട്ടുള്ള സംഘടന ഏതാന്നേ? അതുകൊണ്ട് ഇടതുപക്ഷത്തെ കാണുന്നു എന്ന് പറയുന്നു, അല്ലെ ഇടതുപക്ഷക്കാരാണെന്ന് പറയുമ്പോഴൊക്കെയാണ് പേടിക്കേണ്ടത്. ഇവർ മനുഷ്യനാകണമെന്ന് പാടി നടക്കുന്നതല്ലാതെ എന്തു മനുഷ്യത്വമാണ് ഈ ഇടതുപക്ഷക്കാർക്കുള്ളത്? ഇവർ പണ്ട് മുതൽ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് നടന്ന കുറച്ച് ഉണ്ടാക്കിയ പ്രൊപ്പഗണ്ട, അത് BJPക്കോ RSSനോ എതിരായിരുന്നു ഒരു കാലത്തെ കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ജനങ്ങൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ജനങ്ങൾ കൂടുതൽ കൂടുതൽ ഈ സംഘടനകളിലേക്കും ഈ സംഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലേക്കും ആകൃഷ്ടരാകാൻ തുടങ്ങി. അതോടുകൂടി രണ്ടു കൂട്ടർക്കും കടപുഴകാനുള്ള അവസരമുണ്ടായി. കടപുഴകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.